കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ നാം ദൈവത്തിന്റെ അടുക്കൽ ചെല്ലണം. ദൈവനാമത്തിൽ നന്മ ചെയ്യുന്നവരായി മാറണം. നാം നന്മ ചെയ്യുന്നവരായി മാറുമ്പോൾ യേശു എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളി വരുമ്പോൾ ഇങ്ങനെ അരുളി ചെയ്യും: എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. സ്നേഹമുള്ളവരെ, മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനത്തിന് അർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്ന് തിരുവചനം ചോദിക്കുന്നു. ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. സ്നേഹമുള്ളവരെ, ഈ ജീവിതത്തിൽ നാം ഒരുവന് ചെയ്യുന്ന നന്മയാണ്, നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മെ യേശുക്രിസ്തുവിന്റെ സമ്മാനത്തിന് അർഹനാക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാം തിരുവചനത്തിലൂടെ യേശു പറയുന്നത്: ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. നമ്മുടെ കർത്താവായ യേശു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത ദൈവവുമാകുന്നു. നമ്മോട് ചെയ്ത അവിടുത്തെ വാഗ്ദാനങ്ങൾ അവിടുന്ന് ഒരിക്കലും മറക്കുകയില്ല. നമ്മെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മെ വഴി നടത്തുന്ന ദൈവത്തെ ഈ നിമിഷം നമുക്ക് മഹത്വപ്പെടുത്താം. അവിടത്തേക്ക് നന്ദി പറയാം, അവിടത്തെ ആരാധിക്കാം. മറക്കുകയില്ല, കുറയ്ക്കുകയില്ല, പിന്നെ തീർക്കുകയില്ല എൻ വാഗ്ദത്തങ്ങൾ. തളർത്തുകില്ല, താഴ്ത്തുകില്ല, പിന്നെ ലജ്ജിപ്പിക്കില്ല ഒരു നാളിലും. മറക്കുകയില്ല, കുറയ്ക്കുകയില്ല, പിന്നെ തീർക്കുകയില്ല എൻ വാഗ്ദത്തങ്ങൾ. തളർത്തുകില്ല, താഴ്ത്തുകില്ല, പിന്നെ ലജ്ജിപ്പിക്കില്ല ഒരു നാളിലും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലും നമ്മെ മറക്കാത്ത നമ്മുടെ കർത്താവ് തൻ്റെ മഹത്വത്താൽ ഇന്ന് നമ്മെ വഴി നടത്തും. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല. നമുക്ക് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലാം, അവിടുത്തെ ആരാധിക്കാം. നമ്മെ തള്ളിക്കളയാത്ത ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓ യേശുവേ, ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഓർത്തിടുമേ, പിന്നെ ഉയർത്തിടുമേ, നിറച്ചിടുമേ നിൻ മഹത്വത്താലേ. തുറന്നിടുമേ, പിന്നെ നടത്തിടുമേ, പുലർത്തിടുമേ നിൻ മഹത്വത്താലേ. ആമേൻ. ഓർത്തിടുമേ, പിന്നെ ഉയർത്തിടുമേ, നിറച്ചിടുമേ
യേശുവേ, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു, അങ്ങ് മഹിമയോടെ കടന്നു വരുമ്പോൾ ഞങ്ങളും കർത്താവെ വിശുദ്ധരായിരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുറവുകളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ നോവുകളിൽ അവിടുന്ന് കൂട്ടായിരിക്കണമേ. ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ തക്കവിധം കർത്താവെ അങ്ങിടയാകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ഓടിടുമേ, പിന്നെ പറന്നിടുമേ, മറഞ്ഞിടുമേ ആ മാർവിടത്തിൽ. ഓ എൻ്റെ യേശുവേ, മഹിമയോടെ ആ തേജസ്സോടെ വാണിടുമേ നിത്യകാലവും. ഓടിടുമേ, പിന്നെ പറന്നിടുമേ, മറഞ്ഞിടുമേ ആ മാർവിടത്തിൽ. മഹിമയോടെ ആ തേജസ്സോടെ വാണിടുമേ നിത്യകാലവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറക്കുകയില്ല, കുറയ്ക്കുകയില്ല, പിന്നെ തീർക്കുകയില്ല എൻ വാഗ്ദത്തങ്ങൾ. തളർത്തുകയില്ല, താഴ്ത്തുകയില്ല, പിന്നെ ലജ്ജിപ്പിക്കില്ല ഒരു നാളിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിരുമുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.